മറക്കാൻ തിമിർത്തടിക്കാൻ നമ്മളെ വേറെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു മൾട്ടിപ്ലെയർ ഗെയിം പ്ലേ അല്ല, ഒരു ചലഞ്ചായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ഇവിടെ മറ്റേ ഇതുണ്ട് കേട്ടോ, നമ്മൾ മറ്റേ ഒബ്സീഡിയം ഡയമണ്ട് കണ്ടുപിടിച്ചിട്ട് ഒരാളായിരിക്കും, ബാക്കി രണ്ടാൾ ക്യാച്ചസ്, ഒരാൾ ഒബ്സീഡിയൻ ഉണ്ട് മേലെ, ഇതാ ആ ഗോൾഡ് കണ്ണുകൾ, ആ ഗോൾഡിൻ്റെ മേലുണ്ട് ഒബ്സീഡിയൻ. അപ്പോൾ അത് തപ്പി കണ്ടുപിടിച്ച് കണ്ട് ഡയമണ്ട് തപ്പി കണ്ടുപിടിച്ച് കണ്ട് ഒബ്സീഡിയൻ പൊട്ടിക്കുന്ന ആളായിരിക്കും വിന്നർ. പിന്നെ മൂന്നാളും കണ്ടുപിടിക്കല്ലോ കേട്ടോ, രണ്ടാൾ ആ ഒരാളെ നമ്മളുടെ ചാച്ചുലിയോ ആണ് നമ്മളുടെ ഡയമണ്ട് കണ്ടുപിടിക്കുന്ന ആൾ. ഞങ്ങൾ രണ്ടാളും ക്യാച്ചേഴ്സാണ്. ഓനെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ 5 വട്ടം ഞങ്ങൾ ഓനെ കൊന്നാൽ ഓൻ കളിയിൽ നിന്ന് ഔട്ടാണ്. ഈ സമയം ഞങ്ങൾ ജയിക്കും. അല്ല, ഓൻ ഡയമണ്ട് കണ്ടുപിടിച്ച ഒബ്സീഡിയൻ പൊട്ടിച്ച ഹീസ് വിന്നർ. പിന്നെ ഞങ്ങളും ഇതുപോലെ മേലെ പിന്നെ ഈ മണ്ണ് നമ്മൾ പൊട്ടിക്കൂട്ടോ. അപ്പോൾ എന്തായാലും അതാണ് നമ്മൾ ഇന്നത്തെ ചലഞ്ച്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ ഒബ്സീഡിയൻ. പിന്നെ നമ്മൾ ഈ മണ്ണുകൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കണ ഈ ഇതുണ്ടല്ലോ സ്റ്റെപ്പ്, ഇത് നമുക്ക് ആവശ്യമില്ല, പൊട്ടിക്കണം. ബാക്കി രണ്ടാളും വെള്ളത്തിൽ ചാടിക്കൂടിയിട്ട് സ്റ്റെപ്പ് പൊട്ടിക്കണ്. എന്തായാലും ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ചലഞ്ച് തുടങ്ങിയല്ലേ, ഞാനും ഓക്കെ രാവിലെ ആയിട്ട് തുടങ്ങട്ടോ. എൻ്റെ മുത്തേ വരുന്നേ ആൾക്കാർ വരുന്നേ, എവിടെയൊക്കെ പോയി കൈ പിടിച്ചെടുക്കും. നമുക്ക് രാവിലെ ആയിട്ട് തുടങ്ങട്ടോ. ഇപ്പോൾ തുടങ്ങാൻ നിന്നാലേ സോംബീസ് നമ്മളെ അണ്ടക്കടാകം വരെ ഊജിയെടുക്കും. അടിക്കലടാ, ജസ്റ്റ് രാവിലെ ആയിക്കോട്ടെ. അപ്പം എന്തായാലും ഇപ്പോൾ ഞാനിത് ഇവിടെ ഇതിൻ്റെ കൂടെ തന്നെ രാവിലെ ആയിട്ടുണ്ട്. എല്ലാവരും പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഇതിൻ്റെ അടിയിൽ വരി, മൂന്നാളും ഇവിടെ വരി. കേച്ചസ് ഇതാ ഇവരാണ് കേട്ടോ നമ്മളുടെ കേച്ചറ്. അത് കളഞ്ഞോ അതില്ല കേട്ടോ, ഫൗളാണ്. ഇപ്പം എത്ര പറ്റില്ല, നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കൊടുക്കാൻ ഇവിടെ വാ, ഊളെല്ലാം നോക്കി വെച്ചിട്ടേ ഇവിടെ വാ ഇവിടേക്ക് വാ. അപ്പം തന്നെ നമ്മള് കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടാളെ ഈ ഗോൾഡിന്മ നോക്കി നിൽക്കും. ആ സമയം കൊണ്ട് ഇവരിവിടുന്ന് എസ്കേപ്പ് എടുക്കും. അങ്ങനെയാണ് എങ്ങോട്ടാ പോണത് നോക്കലേ. അപ്പം എന്തായാലും ഇനി മേലെ നോക്കിക്കോ. ഓക്കെ, മേലെ ഞങ്ങൾ കൈ മാറ്റിയിട്ടുണ്ട്. എവിടെ അതാ ജാസിനെ പോണേ നമ്മൾ ഇനി ബാക്കിൽ ക്രീപ്പർ കൈ. അപ്പം എന്തായാലും അവിടെ പോയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കും പോവാ. പേര് വെച്ചല്ലേ ഞങ്ങൾ എന്നെ പിടിക്കുക. പേര് കാണാതിരിക്കും ഒരു ട്രിക്ക് ഉണ്ട്. ഇനിയാണ് ആ ട്രിക്ക് ആദ്യമായിട്ട് കൊടുക്കുന്നത്. അതൊരു 5 കൊടുന്നാ അറിയില്ല. എന്നാലും നമുക്ക് മരം വെട്ടേണ്ട ആവശ്യമുണ്ട്. ഞാൻ കുറച്ച് മരം വെട്ടിയിട്ട് കാണിക്കട്ടോ. എന്തായാലും നമ്മൾ മരം വെട്ടിക്കൊണ്ട് കേട്ടോ, അത്യാവശ്യം മരം വയ്ക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കേവാണ് തപ്പിയിട്ടുള്ളത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഇന്നലെ നമുക്ക് ചലഞ്ചിൽ ജയിക്കാറ്റുള്ളൂ. എല്ലാവരും പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കോ കിട്ടോളി പവറാക്കി. എന്തൊക്കെയാ പറയണത്, ലൈക്ക് ചെയ്യരുത്. എന്തായാലും ഇവിടെ എവിടെയൊക്കെ എന്തായാലും ഗെയിം ഉണ്ടാവും. കാടിൻ്റെ ഉള്ളിൽ ഗെയിം ഉണ്ടാവുകയാണെങ്കിൽ കുറച്ച് വലുതാണ് ഞാൻ ഇതുവരെ കണ്ടുകിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ പൊട്ട കണ്ടുകൊടുക്കുന്നത്. ആ നോക്കമ്മള് എന്തായാലും അങ്ങോട്ട് വരുമല്ലോ. ആ എന്താണ് ഇത് നോക്കിക്കോ. ഞാൻ പിന്നെ എവിടെ എത്തി? എന്തായാലും നമ്മളിവിടെ ഹൈറ്റിലെത്തിയിട്ടുണ്ട്. നമ്മൾ താഴത്തേക്ക് ചാടാൻ പോവാണ്. ആവോ റബ്ബ്, വെള്ളം. ഓക്കെ, സമാധാനമായി, ചത്തിയില്ല. ഇത്ര ആഴത്ത് പോയി. ഓക്കെ, ഇവിടെ കോളുണ്ട് കേട്ടോ, നമുക്ക് അത്യാവശ്യമാണ്.
അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ക്യാമ്പ് അടിച്ചിരിക്കുക. നമുക്ക് വേഗം പവർ സെറ്റാക്കി വേഗം സ്പീഡ് റൺ ചെയ്യണം. നമുക്ക് എനിക്ക് ടൂൾസ് ഒന്നും ഇല്ല കേട്ടോ. കോറില്ല ഇവിടെ, കോറ് തപ്പിയതാ. നമുക്ക് കുറച്ച് അയേണ് നമുക്ക് തപ്പണം കേട്ടോ. ചാപ്പിട്ട് ഏത് മുക്ക് പോയത് തപ്പുക അല്ല. എന്തായാലും ഡയമണ്ട് കൊണ്ട് കണ്ടുപിടിക്കണതിന് മുമ്പ് വേണ്ട എത്തണം അവൻ്റെ അടുത്തേക്ക്. റീസ്പോൺ പോയിന്റ് ഒക്കെ അത്യാവശ്യമാണ്. ഇപ്പം നമ്മുടെ അടുത്ത് ഒരു വണ്ണാക്കിട്ടില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടു, എന്നാലും നമുക്ക് കളിക്കാൻ ഒരു മൂഡ് ഉണ്ടാവുള്ളൂ. പവറാക്കി എന്തായാലും നമ്മൾ ജസ്റ്റ് വുഡൻ്റെ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വെള്ളത്തിൽ നിന്നൊന്നും ഒഴിഞ്ഞിക്കാറ്. കുറച്ച് ബ്രൈറ്റ്നസ് നിങ്ങൾ പോയ സ്ഥലത്തൊന്നല്ല. പിന്നെ നമുക്ക് പേര് നോക്കിയാണ് സെറ്റാക്കാം. നമ്മളടുത്ത് അത്യാവശ്യത്തിൽ കോളുണ്ട് കേട്ടോ. നമ്മൾ കോൾ വെച്ചാണ് നമ്മളെ കളി. പിന്നെ എന്തൊരു മരം കൊണ്ടാ ടൂളൊക്കെ ഉണ്ടാക്കിക്കണേ അവർക്ക്. ഇതുവരെ പേര് നോക്കിക്കോട്ടാ കിട്ടുകയാണെങ്കിൽ. ഇല്ല ആരോ ഒരാളെ പേര് അടിയിലുണ്ടത്. അപ്പൊ ഈ പാറിന്റെ മേലാണ്. ഞാൻ ഒരു പാറക്കൂട്ടത്തിന്റെ അടിയിലാണ്. എന്റെ മുത്തേ ഇങ്ങനെ മേലേക്ക് എത്താൻ പറ്റുമോ? പക്ഷേ ഇത് ഇന്റെ അടുത്ത് ടൂൾസ് ഉണ്ടേ. ആ ഒന്നും പറഞ്ഞല്ലോ. കൊല്ലാൻ വേണ്ടി ചാച്ചോടെ തൂക്കിട്ടോടെ എടുത്ത് അതൊന്നും അറിയില്ല. കഷ്ടപ്പെട്ട് ഞാൻ മേലേക്ക് എത്താനുള്ള അല്ല മേലേക്ക് എത്തുമ്പോഴത്തേക്ക് ചാച്ചോട്ട് ഇന്റെ അവിടെ അടിച്ചു താഴത്തേക്ക് ഇടുവോ? കോർഡിനേറ്റ്സ് -600 -100. അപ്പൊ നമുക്ക് മരം മാറിക്കണോന്നും അറിയില്ല. അവിടെ ഇപ്പൊ ഞാൻ ഒരു പാറക്കൂട്ടത്തിലാ നിക്കണേ. ഇല്ലടാ ഓപ്പൊ എന്റെ അടുത്തുനിന്ന് അകന്ന് എത്ര എവിടെ എത്തിയിട്ടുണ്ടാവും പോനെ ഈ സമയം കൊണ്ട്. ഞാൻ മേലെ കയറണടാ. ഞാൻ ഇവിടെ ഈ പാറക്കൂട്ടത്തിൽ അടിക്കാൻ വീണ കാര്യം എനിക്ക് കാണിച്ചത്. ഞാൻ മരത്തിന്റെ മേലെ വീണത് ഞാൻ പറഞ്ഞില്ലേ. അവിടെ എവിടെയാണോ ഉള്ളത്? ഓ വല്ല കറങ്ങി തിരിച്ച് ഇങ്ങോട്ട് എത്തിക്കണേ. ആ അതാ ഞാൻ പറഞ്ഞേ കറങ്ങി തിരിച്ച്. പക്ഷെ എത്തി പെട്ടതോ ഞാൻ ഡയറക്റ്റ് ഒന്നും ചെയ്ത്. ബെഡ് സെറ്റ് ആണോ? ബെഡ് സെറ്റ് ആയിട്ട് നമ്മൾ മാത്രം തുടങ്ങിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ. ഓ ഹൈ പ്ലേസ്. എൻ്റെ പേരൊക്കെ കാണാമല്ലോ. ഇതിപ്പോ -100 എത്തിയോ? ഞാൻ കുഴപ്പമില്ല. നിങ്ങളങ്ങോട്ട് കുറേ ദിവസം ഞങ്ങളും ട്രാവൽ ചെയ്തോണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ എൻ്റെ മുന്നിലേക്ക് നിന്ന് എത്തുക. ഇല്ലഞ്ഞോ ഞാൻ ട്രാവൽ ചെയ്തോണ്ടിരിക്കുക. -700 -200 എത്തിയ പുതിനിജി ഞാൻ ഉണ്ട് വരാം. പരമാവധി ഇങ്ങോട്ടും വാ. സർവീസ് എടുക്കാല്ലേ, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ബെഡും ഇല്ല. നമ്മുടെ അടുത്ത് മാത്രം ബെഡ് ഉണ്ടായിട്ടും കാര്യമില്ല.
ആ ചങ്ങ ബാക്കിലാളുണ്ടോ? ഞാൻ ഇവിടെ ഒന്ന് ക്യാമ്പ് അടിച്ചിരിക്കാം കേട്ടോ ജസ്റ്റ്. എനിക്ക് ഇഷ്ടമുള്ള എടുത്തൊന്ന് മൈൻഡ് ചെയ്തോ. എന്നാലും നമുക്ക് ഞാനൊന്ന് രാവിലെ ആയിട്ട് കാണിക്കട്ടോ.